ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളുള്ളത് ദുബായ് പീകോക്ക് പാർക്കിലാണേ. ആക്ച്വലി ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ എമിറേറ്റ്സ് ടവർ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങുക. അവിടെ വന്നിട്ട് നമ്മുടെ ദുബായ് ഫ്യൂച്ചർ മ്യൂസിയം ഉണ്ട്. അതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് നമുക്ക് ഈ ദുബായ് പീകോക്ക് പാർക്ക് വരുന്നത്. അവിടെ നിന്ന് കറക്റ്റ് ഒരു 10 മിനിറ്റ്സ് വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നടന്നു പോകുമ്പോൾ തന്നെ നമുക്ക് ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ നല്ലൊരു വ്യൂ, ബാക്ക് സൈഡ് വ്യൂ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഈവനിങ് നമ്മുടെ ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടും നമ്മുടെ കുട്ടികളായിട്ടൊക്കെ വന്നിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു പ്ലേസാണിത്. അപ്പം ഞങ്ങൾ പോയത് ഒരു ഈവനിങ് ടൈമിലാണ്. ഇതിന് എൻട്രി ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെ എൻട്രി ടൈമോ അങ്ങനെയൊന്നുമില്ല. ഫുൾ ടൈം ഓപ്പൺ ആണ്. നമുക്ക് എപ്പോൾ വേണേലും അവിടെ പോയി ഇരിക്കാം. നമ്മൾ അങ്ങോട്ട് നടക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു പീസ്ഫുൾ പ്ലേസ് ആണത്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പം വൃത്തിയുടെ കാര്യം എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ നമ്മൾ കുറച്ചങ്ങോട്ട് നടന്നു പോകുമ്പോൾ തന്നെ നമുക്ക് ഈ മയിലുകളെയൊക്കെ കാണാൻ പറ്റും. അതൊക്കെ ഇങ്ങനെ റോഡിലൂടെ ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് ഭയങ്കര ഫ്രണ്ട്ലിയും കൂടെ ആണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ അതിൻ്റെ അടുത്ത് ചെന്നിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ കയ്യിൽ ഇങ്ങനെ കഴിക്കാനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ അത് കൊത്തിയെടുത്ത് കഴിക്കും. അതുപോലെ തന്നെ നമ്മുടെ കൂടെ നിൽക്കുകയും ഇപ്പം നമ്മുടെ കൈയുടെ അടുത്ത് വന്നിരിക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നിന്ന് ഒരുപാട് പേര് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരുപാട് കഴിക്കുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് ഈ സ്നാക്സ് ഐറ്റംസ് ഒക്കെ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ബ്രെഡ് അങ്ങനെ എന്ത് കൊടുത്താലും ഇത് കയ്യിൽ നിന്ന് എടുത്ത് കഴിക്കും. പിന്നെ അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേന് നമ്മളുടെ മയിലുകൾ നമുക്ക് ഒരുപാട് തന്നെ കാണാൻ പറ്റും. അവരെന്ന് പറയുമ്പം ആൺമയിലും പെൺമയിലും അവരുടെ കുഞ്ഞുങ്ങളും അവരെന്ന് പറയുമ്പോഴത്തേന് നമ്മളുടെ അവിടെയുള്ള ആൾക്കാരെ ഒന്നും ഒരു പേടിയോ അങ്ങനെ ഒന്നുമില്ല. അവരുടെ ഒരു ഏരിയ, അവർ ആ ഫ്രണ്ട്ലി ആയിട്ട് നടക്കാൻ നമുക്കവിടെ അത്ര നന്നായിട്ട് കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് കുറച്ചുകൂടെ അങ്ങോട്ട് പോയപ്പോഴേക്ക് കുറേ അതിനകത്തുള്ള കുറേ വൃക്ഷങ്ങൾ, അതിനകത്തെ ഫ്ലവേഴ്സൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അതിൻ്റെ ചുറ്റും തന്നെ ആ ഫ്ലവേഴ്സൊക്കെ വീണ് കിടക്കുന്നതും അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ ആൾക്കാരിരുന്ന് ഈ മയിലുമായിട്ട് നിന്ന് ഫോട്ടോ എടുക്കുന്നതും അവരുമായിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ എടുക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അവർക്ക് ഫുഡ് കൊടുക്കുന്നതൊക്കെ ആയിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ പെൺമയിലും അതിൻ്റെ കൂടെ കുറേ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് റോഡ് ക്രോസ് ചെയ്യുന്നതും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ അതിശയമായിട്ട് തോന്നിയെന്ന് വെച്ചാൽ മയിൽ പീലി വിടർത്തി നിൽക്കുന്നതാണ്. കാരണം ഞങ്ങൾ കുറേ നേരമായിട്ട് അവിടെ ട്രൈ ചെയ്തിട്ടും ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ ഞങ്ങളെന്ന് പറയുമ്പോൾ കുറച്ച് ഉള്ളിലോട്ട് ചെന്നപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു ആൺമയിൽ ഫുള്ള് പീലി വിടർത്തി നിൽക്കുന്ന ഒരു വ്യൂ ഞങ്ങൾക്ക് കിട്ടിയത് കേട്ടോ. അത് അത്രയ്ക്ക് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞങ്ങളത് കുറേ നേരം നിന്ന് ആ ഫോട്ടോയും കാര്യങ്ങളും ആ വീഡിയോയും ഞങ്ങൾ എടുത്തു. അതിനകത്ത് ഏറ്റവും വലിയ രസമെന്ന് പറയുന്നത്, എനിക്കാണെങ്കിൽ ഇതിൻ്റെ ഒരു വീഡിയോ എടുക്കണം. അങ്ങനെ ഞാൻ ഇതിൻ്റെ പുറകിന് നടക്കുക. അപ്പം ഞാൻ പുറകെ നടക്കുമ്പോഴത്തേന് ഇത് ബാക്ക് തിരിഞ്ഞാണ് പോകുന്നത്. അപ്പോൾ എനിക്ക് കൂടുതലും മയിലിൻ്റെ ബാക്ക് സൈഡാണ് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ അതിൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ അവരാണെങ്കിൽ ഞാനിങ്ങനെ ഇതിൻ്റെ ചുറ്റും കിടന്ന് ഓടുമ്പോൾ അവർക്ക് അതിൻ്റെ ഫ്രണ്ട് സൈഡ് വ്യൂ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരതിൻ്റെ കംപ്ലീറ്റ് വ്യൂ എടുത്തു കേട്ടോ. ആ ഫുള്ള് പീലി വിടർത്തി നിൽക്കുന്ന ആ കംപ്ലീറ്റ് വ്യൂ എൻ്റെ ഫ്രണ്ടിന് കിട്ടി. അപ്പം എനിക്ക് ബാക്ക് സൈഡ് കുറച്ച് കിട്ടിയെങ്കിലും പിന്നെ ഞാൻ കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നപ്പോഴത്തേന് എനിക്ക് ഫ്രണ്ട് വ്യൂവും കുറച്ച് കിട്ടി. പിന്നെ അവിടെ തന്നെ കുറേ നേരം നിന്ന് കേട്ടോ. ആ ആൺമയിലെന്ന് പറയുമ്പം കുറേ നേരം പീലി വിടർത്തി ഞങ്ങൾക്കായിട്ട് തന്നെ നിന്ന് തന്നു. പക്ഷേ അതിന് ഡാൻസ് ഒന്നും ചെയ്തില്ല കേട്ടോ. ഇങ്ങനെ നിന്ന് കുറച്ച് നേരം നിന്നു. അപ്പോൾ ആ വ്യൂ ഞങ്ങൾ കുറച്ച് നേരം എടുത്തു. അങ്ങനെ കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം അവർ ആ പീലി ആ താഴ്ത്തുന്ന വ്യൂ നല്ല രസമായിരുന്നു കേട്ടോ. എന്നിട്ട് ആ താഴ്ത്തിയിട്ട് ആ കുണുങ്ങിയുള്ള നടത്തവും പിന്നെ അത് കഴിഞ്ഞിട്ട് അത് കറക്റ്റ് വീണ്ടും ആ പെൺമയിലിനെ അന്വേഷിച്ച് അങ്ങ് പോവുമായിരുന്നു. അപ്പോൾ അത്രയ്ക്ക് നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ അത്.
ശരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്തു ആ ടൈം അവിടുത്തെ. പിന്നെ അതിനുശേഷം ഇതിന് 2 സൈഡായിട്ടാണ് വരുന്നത്, റോഡിൻ്റെ 2 സൈഡായിട്ടാണ് വരുന്നത്, ഇടത്തും വലതുമായിട്ട്. ഞങ്ങൾ ഫസ്റ്റ് ഇടത്ത സൈഡിലായിരുന്നു, പിന്നെ ഞങ്ങൾ വലത്തെ സൈഡിലോട്ട് കയറി. അവിടേക്കെന്ന് പറയുമ്പോൾ ഒരു ഈവനിങ് പാർക്ക് നമുക്ക് ഇരിക്കാനൊക്കെ പറ്റിയ കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. അവിടെ ഇരുന്നപ്പോഴത്തേന് കൂടുതലും പെൺമയിലും കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് അതിനകത്തൂടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നതാണ് കണ്ടത്. പിന്നെ ആൺമയിലുകളുണ്ട്, അവരൊക്കെ കൂടുതലും വൃക്ഷങ്ങളുടെ മേളിലൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നതും എടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടത്. പിന്നെ അതിനകത്ത് തന്നെ നമുക്കൊരു കഫേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈവനിങ് വന്നിട്ട് നമുക്ക് ചായയും കാര്യങ്ങളൊക്കെ കുടിക്കാനും എടുക്കാനൊക്കെ ആയിട്ട്, ജ്യൂസൊക്കെ കുടിക്കാനൊക്കെ ആയിട്ട് ഒരു കഫേ അതിനകത്ത് തന്നെയുണ്ട്. പിന്നെ അത് കണക്ക് തന്നെ നമുക്ക് കാറും കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് നല്ലൊരു പാർക്കിംഗ് ഏരിയ അതിനകത്ത് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വൃത്തി എന്ന് പറയാൻ നല്ല ഒരു നമുക്കൊരു പീസ്ഫുൾ എൻവയോൺമെൻറ്റാണ്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വൃത്തിയുള്ളൊരു പാർക്കാണ്. ഇവർ ഇത്രയ്ക്ക് നന്നായിട്ട് ഇതെങ്ങനെ കീപ്പ് ചെയ്യുന്ന അറിയത്തില്ല, പക്ഷേ വളരെ നല്ലൊരു എൻവയോൺമെൻറ്റാണ്. നമുക്ക് നല്ലതായിട്ട് കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും കുറച്ച് ഫ്രണ്ടിലോട്ട് ചെന്നപ്പോഴത്തേന് ഈ ഈവനിങ് ടൈം കഴിയും തോറും തന്നെ ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടേയിരുന്നു. അപ്പോഴേക്ക് മയിലുകളുടെ എണ്ണവും കൂടാൻ തുടങ്ങി. അവരെന്ന് പറയുമ്പോഴത്തേന് ആൺമയിലുകൾ കൂടുതലും പുറത്തോട്ട് വരാൻ തുടങ്ങി. അപ്പം അവരുടെ നല്ലൊരു വ്യൂ നമുക്ക് വീണ്ടും കിട്ടാൻ തുടങ്ങി. പക്ഷേ ഫുള്ള് പീലി വിടർത്ത് നിൽക്കുന്ന ഒറ്റ വ്യൂ നമുക്ക് കിട്ടിയുള്ളൂ. അതിനുശേഷമുള്ളത് ഫുള്ള് ആൺമയിലുകൾ അവർ പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഈ പെൺമയിലുകളുടെ കൂടെ ഇങ്ങനെ നടക്കുന്നതായിട്ടും, പിന്നെ അതേ കണക്ക് തന്നെ ഈ ചെടികളുടെ മണ്ടയിൽ കയറിയിരിക്കുന്നതായിട്ടും, പിന്നെ ആ കാടുകളുടെ ഇടയിലൂടെ വീണ്ടും കയറുന്നതായിട്ടുള്ള കുറേ വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടി. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്കൊരു അതിനകത്തൊരു മുയലിൻ്റെ വ്യൂ കിട്ടിയായിരുന്നു. ഒരു കുഞ്ഞു മുയൽ കാടിനകത്തിരിക്കുന്നത്. അത് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് മാത്രമേ അത് കിട്ടിയുള്ളൂ എന്ന് തോന്നുന്നു. പിന്നെ ഞങ്ങൾ ആ ഒരു കുഞ്ഞു മുയലിനെ മാത്രമേ കണ്ടുള്ളൂ. പിന്നെ ഞങ്ങൾ വേറെ ഒന്നും കണ്ടില്ല അവിടെ. പിന്നെ കുറച്ച് അങ്ങോട്ടായപ്പോഴത്തേന് ആളുകളുടെ എണ്ണവും കൂടാൻ തുടങ്ങി. അതുപോലെ തന്നെ കാറുകളും ഇഷ്ടം പോലെ വരാൻ തുടങ്ങി. അപ്പോഴേക്കാണെങ്കിൽ നമ്മുടെ മയിൽ എല്ലാം കൂടെ വെളിയിലോട്ട് ഇറങ്ങി ഈ റോഡിനകത്തൂടെ തന്നെ ഇങ്ങനെ നടക്കാനും എടുക്കാനും ഒക്കെ ആയിട്ട് തുടങ്ങി. അപ്പം നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും, അവരിങ്ങനെ ഓരോ കാറിൻ്റെ അടുത്തൂടെ ചെന്നിട്ട് അവരുടെ നിഴൽ കാണുമ്പോഴത്തേന് ആ നിഴലിൽ കാണുമ്പം അവരുടെ കൂട്ടുകാരാണ് ആ നിൽക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ആ കാറിനകത്തോട്ട് കുത്തുവാണ്, കൊത്തി ഇങ്ങനെ. അപ്പോൾ നമുക്ക് ആ വീഡിയോ തന്നെ കാണാൻ പറ്റും, ഒരുപാട് ആൾക്കാർ ഇങ്ങനെ തലയിട്ട് വെളിയിലോട്ട് നോക്കുന്നുണ്ട് എന്താണ് ഈ കാറിൽ കൊത്തുന്നതെന്ന്. അപ്പം മയിൽ ഇങ്ങനെ കൊത്തിയിട്ട് കാറിൻ്റെ മണ്ടയിൽ ചാടി കയറാനായിട്ട് അവർ ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ അത് കണക്ക് പിന്നെ അത് പറ്റാത്ത കാരണം പിന്നെ അതിൻ്റെ അപ്പുറത്ത് തന്നെ ക്രോസ് ചെയ്ത് അപ്പുറത്തെ റോഡിലോട്ട് അങ്ങ് മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. ആ സമയത്തും ആളുകൾ ഇതിന് സ്നാക്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് വീഡിയോയും ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട് നോക്കുന്നുണ്ട്. ഒരുപാട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നവരും ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ഈവനിങ് വൈബ് കിട്ടുന്നൊരു സ്ഥലമാണ്. ഞങ്ങൾ വീണ്ടും കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് നടന്നപ്പോഴേക്ക് ഈവനിങ് വ്യൂ, അതായത് ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ ഈവനിങ് വ്യൂ അവിടെ നിന്ന് കിട്ടി. അപ്പോൾ അത് നല്ല രസമായിരുന്നു കാണാനായിട്ട്. ആ സൂര്യനാണെങ്കിൽ അസ്തമിക്കുന്ന ആ ഒരു വ്യൂ നമുക്ക് ആ ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ നമുക്ക് കിട്ടി. നല്ല രസമായിരുന്നു. അതപ്പോൾ ആ വ്യൂ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ കൂടുതലും നമ്മൾ ഫാമിലി ആയിട്ട് പോയി എൻജോയ് ചെയ്യണം, ഫ്രണ്ട്സായിട്ടും അതുപോലെ തന്നെ നമ്മൾ കുട്ടികളായിട്ടൊക്കെ പോയി ഇന്ന് ഒരുപാട് നേരം ഇരിക്കാനും ഫോട്ടോസ് എടുക്കാനും ടൈമൊക്കെ പോകും. അതേ കണക്ക് നല്ലൊരു സ്പോട്ടാണ്. അപ്പോൾ ഞങ്ങൾ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വരും. അതുവരെ ടാറ്റാ ബൈ, സീ യു.